നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാളെ മെയ് മാസം 23 വെള്ളിയാഴ്ച. ചില നക്ഷത്രക്കാർക്ക് ഇനി ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യദായകമായ സമയമാണ് നാളെ മുതൽ ആരംഭമാകാൻ പോകുന്നത്. ഭാഗ്യത്തിൻ്റെ കൊടുമുടി കയറുക എന്നൊക്കെ പറയില്ലേ, അതേപോലെയുള്ള മാറ്റങ്ങളാണ് നാളെ മുതൽ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുവാൻ പോകുന്നത്. കാലാകാലമായി അനുഭവിച്ചു കൊണ്ടിരുന്ന എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരമാകാൻ പോകുന്നു. എല്ലാവിധ പ്രശ്നം എന്ന് പറയുമ്പോൾ സ്വന്തമായി ഒരു തുണ്ട് ഭൂമി പോലും സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല. വാടക വീട്ടിൽ നിന്ന് വാടക വീട്ടിലേക്ക് മാറി മാറി താമസിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നു. അവരനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം എന്ന് പറഞ്ഞാൽ, കാരണം സ്വന്തമായി ഒരു തുണ്ട് ഭൂമി ഇല്ല എന്ന് പറയുമ്പോൾ ആ വ്യക്തികൾ അനുഭവിക്കുന്ന ദുഃഖം എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഏതൊരു മനുഷ്യനും സ്വന്തമായി ഒരു തുണ്ട് ഭൂമി എന്നത് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ്. അപ്പോൾ അത് പല വിധത്തിലുള്ള തടസ്സങ്ങൾ കൊണ്ട്, പ്രത്യേകിച്ച് സാമ്പത്തിക തടസ്സങ്ങൾ കൊണ്ടൊക്കെ ആ ഒരു സ്വപ്നത്തെ പൂർത്തിയാക്കാൻ കഴിയാതെ വലയുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഇവിടെ പ്രാർത്ഥനയാണ് അനിവാര്യമായിട്ടുള്ളത്. നിങ്ങൾക്കുമുണ്ട് ഒരു സമയം, ഏത് മനുഷ്യനും ഒരു നല്ല സമയമുണ്ട്. അപ്പോൾ ഇതുവരെ കഴിഞ്ഞു പോയതൊക്കെ ചീത്ത സമയമായിരുന്നു എന്ന് മാത്രം കരുതുക. ഇനിയെങ്കിലും ഇതുവരെ നിങ്ങൾക്ക് പ്രാർത്ഥനകൾ മുറ പോലെ നടന്നു പോയില്ലെങ്കിൽ പോലും പോകട്ടെ, സമയങ്ങൾ കഴിഞ്ഞു പോയത് പോകട്ടെ, അതിനെ ഇനി ഓർക്കേണ്ട. ഇനിയുള്ള സമയമെങ്കിലും നല്ല പോലെ പ്രാർത്ഥിക്കുക. നിങ്ങളാൽ കഴിയുന്ന ചെറിയ ചെറിയ വഴിപാടുകളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥനയോടുകൂടി പോയാൽ നിങ്ങളുടെ മനസ്സിലെ കാലാകാലമായിട്ടുള്ള ആ വിഷമങ്ങൾക്കൊക്കെയും പരിഹാരമുണ്ടാകുമെന്നത് എഴുതി കുറിച്ച് തന്നെ വെച്ചോളൂ. നേട്ടമുണ്ടാകുന്നതാണ്. ഭഗവാൻ കണ്ണു തുറക്കുന്നതാണ്. എന്താണ് വേണ്ടുന്നത്? കൃത്യമായ ചിട്ടയോടുകൂടി മനസ്സ് ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ആ പ്രാർത്ഥന. കുചേലൻ പോലും കുബേരനായി മാറിയിട്ടുണ്ട് പ്രാർത്ഥന കൊണ്ട്. അപ്പോൾ ആ ഒരു സമയം നമുക്ക് അനുകൂലമായി വരുന്നുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് പ്രവൃത്തിയും വേണം, അതിലുപരിയായി പ്രാർത്ഥനയും അനിവാര്യമായ സമയമാണ്. ഒരു വളരെയധികം വിഷമപ്പെട്ട അവസരങ്ങളിൽ നിന്ന് മാറ്റം നാളെ മുതൽ തുടക്കമാവുകയാണ്. ഇനിയുള്ള പരീക്ഷണങ്ങളൊന്നും നിങ്ങൾക്ക് അത്രത്തോളം ബുദ്ധിമുട്ട് ഏവുകയില്ല. ഒരുപാട് തളർന്നു വീഴേണ്ട സമയങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു. അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ടു നിങ്ങൾ വന്നു. ഇനിയും അതേ പ്രാർത്ഥന തന്നെ തുടരുക. അവസരങ്ങൾ ധാരാളമായി വരികയാണ് നിങ്ങളുടെ മുൻപിലേക്ക്. നാളെ മുതൽ, അതായത് നാളെ വെള്ളിയാഴ്ചയാണ്, നാളെ മുതൽ തന്നെ ഒരു തുടക്കമായിക്കൊള്ളട്ടെ. നാളത്തെ ദിവസം തൊട്ടടുത്ത സ്ഥലദേവത അല്ലെങ്കിൽ സ്ഥലദേവൻ, വീടിനോട് ചേർന്നിട്ടുള്ള ആ അമ്പലം ഏത് ദേവൻ്റെയാണോ ഏത് ദേവിയുടേതാണോ അവിടെ പ്രാർത്ഥന നടത്തിക്കൊണ്ട് തുടങ്ങിക്കോളൂ ജീവിതത്തിൻ്റെ ഒരു പുതിയ ആരംഭം. അപ്പോൾ നല്ല സമയമാണ് തുടങ്ങാൻ പോകുന്നത്. കുറച്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വളരെ ഭാഗ്യം, അതായത് 6 നക്ഷത്രക്കാർക്കാണ് നാളെ മുതലുള്ള സമയം ഭാഗ്യം അനുകൂലമാകാനായി പോകുന്നത്. വലിയ ഉയർച്ച ഉണ്ടാകുന്നതാണ്. വലിയ ഉയർച്ച എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത നിലയിലേക്ക് ഉയരാൻ ഭഗവാൻ നിങ്ങളെ കൈപിടിക്കുന്നുണ്ട്. ആഗ്രഹങ്ങളൊക്കെ നടക്കുന്നതാണ്. ഭാഗ്യത്തിലേക്ക് കടക്കാൻ പോവുകയാണ് ഈ 6 നക്ഷത്രക്കാർ. ആ ഭാഗ്യശാലികളായ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. അവർ ചെയ്യേണ്ടതായ ചെറിയ ചില വഴിപാടുകൾ കൂടിയുണ്ട്. അപ്പോൾ പ്രാർത്ഥനയും വേണം. ഭഗവാനെ കാണാൻ പോകുമ്പോൾ വെറും കൈയോടെ അല്ല പോകേണ്ടത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. 6 നക്ഷത്രക്കാർ ആരൊക്കെയെന്ന് നോക്കാം. അവിട്ടം, ചതയം, പൂരുരുട്ടാതി. ഈ നക്ഷത്രക്കാർക്കാണ് ഭാഗ്യത്തിൻ്റെ അല്ലെങ്കിൽ ഉയർച്ചയുടെ സമയം നാളെ മുതൽ തുടങ്ങാനായി പോകുന്നത്. അഭിവൃദ്ധിയുടെ സമയമാണ്. ക്ഷയം മാത്രം, അതായത് വൃദ്ധി ഉണ്ടാകുന്നില്ല, ക്ഷയിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ആ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാവുകയാണ്. തെറ്റുകൾ ചെയ്യുന്നില്ല, പക്ഷേ പഴികൾ ധാരാളമായി കേൾക്കേണ്ടി വരുന്നു. നല്ല രീതിയിൽ പ്രയത്നിക്കുന്നുണ്ട്, പക്ഷേ പ്രയത്നത്തിൻ്റെ ഫലം ലഭിക്കുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. ആ അവസ്ഥയ്ക്കാണ് മാറ്റം വരാൻ പോകുന്നത്. വിഷമങ്ങൾ ഒഴിയുന്നതാണ്. സങ്കടങ്ങളൊക്കെയും മാറി രക്ഷപ്പെടാൻ പോകുന്ന സമയമാണ് നാളെ മുതൽ അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് വന്നു ഭവിക്കാൻ പോകുന്നത്. പെട്ടെന്നൊരു ഉയർച്ചയാണ് ഇനി മുതൽ നിങ്ങളെ കാത്തിരിക്കുന്നത്. ഇനി കാരണം അത്രത്തോളം അനുഭവിച്ച് കഴിഞ്ഞു. ഇനി പെട്ടെന്നൊരു മാറ്റം തന്നില്ല, ഇപ്പോൾ കിട്ടിയില്ലേ പിന്നെ എപ്പോഴാണ് കിട്ടാൻ പോകുന്നത് എന്ന് തന്നെ നിങ്ങൾ ചോദിക്കില്ലേ. അപ്പോൾ അങ്ങനെയുള്ളൊരു അപ്രതീക്ഷിതമായ ധനലാഭം ഉണ്ടാകുന്നതാണ്. സുഹൃത്തുക്കൾ മുഖേനയൊക്കെ ജോലിക്കുള്ള ആ ഒരു മാർഗം നിങ്ങളുടെ മുന്നിലേക്ക് തെളിയുന്നതാണ്. ഒരുപാട് നാളായി മുഖം തിരിച്ച് നടന്ന പല ആളുകളും ഇനി നിങ്ങളുടെ കാര്യങ്ങൾ കേൾക്കാനും അതിന് സൊല്യൂഷൻ പറഞ്ഞു തരാനും നിങ്ങളുടെ നേർക്ക് വരുന്നതാണ്. അടുത്ത സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഉണ്ടെങ്കിൽ ദർശനം നടത്തേണ്ടതാണ്. അതും ചൊവ്വാഴ്ച ദിവസം നടത്തുന്നതാണ് ഏറ്റവും ഉത്തമം. കൂടാതെ
ശനിയാഴ്ച ദിവസം ഗണപതി ക്ഷേത്ര ദർശനം അനിവാര്യമാണ്. അതേപോലെ അന്നേ ദിവസം തന്നെ ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനവും അനിവാര്യം. അപ്പോൾ ശനിയാഴ്ച ദിവസം രാവിലെ ഈ 2 ക്ഷേത്രത്തിലും പോയി ആ പ്രസാദമൊക്കെ ഗൃഹത്തിൽ വാങ്ങിച്ചു കൊണ്ടുവന്ന് വയ്ക്കുക. കൂടാതെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് പോകുമ്പോൾ അല്പം ആ പ്രസാദം എടുത്ത് നെറ്റിയിൽ അണിയുക. ചെറിയൊരു നുള്ളു പ്രസാദം ഒരു പേപ്പറിൽ പൊതിഞ്ഞ്, ഒരു വെള്ള പേപ്പറിൽ പൊതിഞ്ഞ് പോക്കറ്റിൽ വെക്കുക. പോക്കറ്റിൽ വെക്കേണ്ട, അതിൽ ഭേദം പേഴ്സിൽ തന്നെ സൂക്ഷിക്കുന്നതാണ്. പേഴ്സിൽ സൂക്ഷിച്ച് വെക്കുക. പിന്നെ എന്തെങ്കിലുമൊക്കെ ഇൻ്റർവ്യൂസിനൊക്കെ പോയിരിക്കുന്നതിന് മുന്നേ തന്നെ ഇൻ്റർവ്യൂ ബോർഡിൽ ഇരിക്കുമ്പോൾ ആ പ്രസാദം അല്പം എടുത്ത് നെഞ്ചോട് ചേർത്തൊന്ന് പ്രാർത്ഥിച്ചിട്ട് തിരികെ ആ കൃത്യമായി സ്ഥലത്ത് തന്നെ വെക്കുക. നിലത്തെങ്ങും പോകാതിരിക്കാൻ കൂടി ഒന്ന് ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു നുള്ളു പൊതിഞ്ഞാൽ മതിയെന്ന്. ഒരുപാട് എടുത്ത് പൊതിഞ്ഞ് വെച്ചാൽ നിലത്ത് പോകും. അത് ചിലപ്പോൾ നമ്മൾ മാറി നടന്നാലും വേറെ ഉള്ളവർ അവിടെ അത് വന്ന് ചവിട്ടാൻ ഒക്കെ കാരണമാകും. അപ്പോൾ അങ്ങനെയൊന്നും വരാൻ പാടില്ല. കൂടാതെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം വളരെയധികം അനിവാര്യമായ ദർശനം, വളരെയധികം അനിവാര്യം തന്നെയാണ്. ധാരാളം ധനം വന്നു ചേരുന്നതിനും വിദേശ യാത്രാ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറുന്നതിനും ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനവും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനവും കൊണ്ട് സാധ്യമാകുന്നതാണ്. വളരെ ദോഷകരമായ സമയമായിരുന്നു. ആ സമയത്തിനൊക്കെ മാറ്റമുണ്ടാകുന്നു. അടിവരെ കിട്ടിയിട്ടുണ്ട് ചെയ്യാത്ത തെറ്റുകൾക്ക്. അപ്പോൾ അങ്ങനെയുള്ള സമയമായിരുന്നു, അത് കഴിഞ്ഞു. ഇനി നാളെ മുതലുള്ള സമയം ദുഃഖങ്ങൾക്ക് ശമനമുണ്ടാകാൻ പോകുകയാണ്. പല രീതിയിൽ നേട്ടം ഉണ്ടാകുന്നു. വ്യാഴം കൂടി അനുകൂലമായതിനാലാണ് ഈ നേട്ടങ്ങളൊക്കെയും എത്തുന്നത്. അപ്പോൾ മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും ഈ സമയം അനിവാര്യമായിട്ടുള്ളതാണ്. വിവാഹ യോഗമുണ്ടാകുന്നതാണ്. പ്രാരാബ്ധങ്ങൾക്ക് കുറവ് വരുന്നത്, ഒരുപാട് പ്രാരാബ്ധം, അതായത് ജോലി കൃത്യമായി ചെയ്യുന്നുണ്ട്. രാവിലെ 10 തൊട്ട് വൈകിട്ട് 8 മണി വരെ കിടന്നാണ് ജോലി ചെയ്യുന്നത്. സാധാരണ ആളുകൾ 5 മണി വരെ ജോലി ചെയ്യുമ്പോൾ ഓവർ ടൈം വരെ ജോലി ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഒന്നും അങ്ങോട്ടൊന്നും മിച്ചം പിടിക്കാൻ എന്തെങ്കിലും കഴിയുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല. അന്നത്തരം കൊണ്ട് ജീവിക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാവുന്ന ഒരു സമയം. അപ്പോൾ ഈ കുംഭക്കൂറുകാരുടെ കാര്യം കൂടിയാണ് ഇവിടെ എടുത്ത് പ്രധാനമായി പറയുന്നത്. അവിട്ടം, ചതയം, പൂരിട്ടായ നക്ഷത്രക്കാർ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ആ ദുഃഖത്തിനൊക്കെ മാറ്റമുണ്ടാകുന്ന അപ്പോൾ പ്രവൃത്തി അനിവാര്യമാണ്. അതിലുപരി പ്രാർത്ഥന അനിവാര്യമാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടം, ഈ ഒരു സമയം, ഇനിയുള്ള ഈ സമയത്തെങ്കിലും നിങ്ങൾക്ക് നേട്ടങ്ങൾ അനിവാര്യമായി വന്നേ മതിയാകും. അപ്പോൾ പ്രാർത്ഥന വളരെയധികം അനിവാര്യം. അതേപോലെ തന്നെ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ വെറും കൈയുമായി പോകരുത്. എന്തെങ്കിലും 1 രൂപയെങ്കിലും കാണിക്കയായി നടയിൽ സമർപ്പിക്കണം. അല്ലെങ്കിൽ ഗൃഹത്തിൽ നിൽക്കുന്ന തുളസിയിലെയോ തെറ്റിപ്പൂവോ അങ്ങനെയുള്ള എന്തെങ്കിലും പൂജാപുഷ്പങ്ങളുമായി ഭഗവാനെ ചെന്ന് കാണുക. അവൽ നിവേദ്യം നേദിക്കുക. അങ്ങനെയുള്ള പല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ഇപ്പോൾ പൂർത്തിയാകാൻ സമയമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ദൈവാധീനമുള്ളതിനാൽ തന്നെ ഭഗവാന്റെ നടക്കൽ ചെന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനയും നിങ്ങൾക്ക് തന്നെ ആയിരിക്കും അതിൻ്റെ ഫലങ്ങൾ ലഭിക്കാൻ പോകുന്നത്. നല്ല സമയം തെളിഞ്ഞിരിക്കുകയാണ്. പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയിക്കൊള്ളുക. കാർത്തിക, രോഹിണി, മകീരം നക്ഷത്രക്കാർക്കും വ്യാഴം അനുകൂലമാണ്. കഷ്ടതകൾ ഒഴിയുന്നതാണ്. സമ്പാദിക്കാൻ സാധിക്കണമെങ്കിൽ ഉത്തമമായ ജോലി ലഭിക്കണം. ഉത്തമമായ ജോലി കൂടി ലഭിക്കുന്നുണ്ട്. ദേവീക്ഷേത്ര ദർശനം, അതായത് അമ്മ മഹാമായ പരാശക്തിയെ, ഭഗവതിയെ പ്രാർത്ഥിക്കുക. ദുരിതങ്ങൾ ഒഴിയുന്നതിന് സഹായകമാണ്. അതേപോലെ തന്നെ തൊടുന്നതൊക്കെയും പൊന്നായി മാറുക എന്ന് കേട്ടിട്ടില്ലേ, അതേപോലെ ഒരു സമയമാണ് നിങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ ഏതൊരു കാര്യം ഇപ്പോൾ മനസ്സിൽ ആഗ്രഹിച്ചാലും അത് നടന്ന് കിട്ടേണ്ട സമയം തന്നെയാണ്. ജോലി ഭാഗ്യം ഉണ്ടാകുന്നതാണ്. കൂടാതെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് എന്താണ് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് ചോദിച്ചാൽ പ്രൊമോഷനല്ലേ. പ്രൊമോഷനുള്ള യോഗവും കാണുന്നുണ്ട്. ശമ്പള വർധന ഉണ്ടാകുന്ന സമയമാണ്. ദാമ്പത്യ ജീവിതത്തിലെ എല്ലാവിധ കല്ലുകടികളും മാറി ദാമ്പത്യം അനുകൂലമായി വരുന്നതാണ്. വഴിപാടുകൾ ആവശ്യമാണ്. പ്രാർത്ഥനകൾ വളരെയധികം ആവശ്യമാണ്. അപ്പോൾ ഗണപതി ക്ഷേത്ര ദർശനം നിങ്ങളുടെ പക്കനാൾ വരുന്ന സമയങ്ങളിലൊക്കെ ഗണപതി ഹോമം കഴിപ്പിക്കുക. എല്ലാവിധ തടസ്സങ്ങളും അതിലൂടെ തന്നെ മാറിപ്പോകും. ഗണപതി ഹോമം അത് മറക്കേണ്ട. ഗണപതി ക്ഷേത്ര ദർശനം, ഏതെങ്കിലുമൊക്കെ പ്രധാന കാര്യങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്നു അപ്പോൾ തലേന്ന് തന്നെ അല്ലെങ്കിൽ പിറ്റേന്ന് ആ പോകുന്ന, ഇപ്പോൾ 10 മണിക്കാണ് ഓഫീസിൽ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ ബോർഡിന് എത്തേണ്ടതെങ്കിൽ രാവിലെ ഒരു 5 മണിക്ക് ഇറങ്ങി ഗണപതി ക്ഷേത്രത്തിൽ ഒന്ന് കയറി പ്രാർത്ഥിച്ച് ഭഗവാനെ എല്ലാ വിഘ്നങ്ങളെയും അങ്ങയുടെ തുമ്പിക്കൈ കൊണ്ട് തടഞ്ഞു മാറ്റി തരണമേ. എന്നിലേക്ക് വിഘ്നങ്ങളൊന്നും അടുക്കാതെ എൻ്റെ ഭാഗ്യം, ഞാൻ സഞ്ചരിക്കുന്ന പാത എനിക്ക് സന്തോഷകരവും സുഗമവും ആക്കി തരണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചു നോക്ക്. ഇനി മുതൽ നിങ്ങളത് ചെയ്തു നോക്ക്. നിങ്ങളുടെ ജീവിതത്തിൽ കൃത്യമായി അത് ഫലവത്താവും. കാരണം അനുഭവത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. നമ്മളും ഇതേപോലുള്ള കാര്യങ്ങൾ ചെയ്യും. നമ്മൾക്ക് എല്ലാ മനുഷ്യനും ചില ചെറിയ ആവശ്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഭഗവാനോട് പറയുമ്പോൾ അല്ലെങ്കിൽ ചില ദുർഘടഘട്ടങ്ങളിലൊക്കെ ഭഗവാൻ അനുകൂലമായി നമ്മൾക്ക് ഒരു താങ്ങായി തണലായി കൂടെയുള്ളത് അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവരാണ് ഈ പറഞ്ഞു തരുന്നത്, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ. നിങ്ങളിതൊക്കെ ഒന്ന് ചെയ്തു നോക്കിയാട്ടെ. ഫലം ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഗണപതി ക്ഷേത്ര ദർശനം അനിവാര്യമാണ്. കൂടാതെ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്ര ദർശനം, മഹാദേവന്, ശിവന് പിൻവിളക്ക്, അതേപോലെ ജലധാര,
കൂടാതെ കൂവളമാല, ഭഗവാൻ ഏറ്റവും ഇഷ്ടമാണ് കൂവളമാലയൊക്കെ സമർപ്പിച്ചത്. ഇതിനൊന്നും വലിയ തുകകളില്ല, ചെറിയ കുട്ടികൾക്ക് വരെ ചെയ്യാം. കാരണം എല്ലാവരും ഇപ്പോൾ സമ്പാദ്യശീലമുള്ളവരാണ്. കുടുക്കയിലൊക്കെ ഇരിക്കുന്ന കാശും അവർ വീട്ടിലുള്ള ആളുകളുമായൊക്കെ പോയി ക്ഷേത്രത്തിൽ ചെന്ന് ഇത് ഭഗവാനൊന്ന് സമർപ്പിച്ച് നോക്കിയാട്ടെ. വളരെയധികം മാറ്റം നിങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വരെ ഉണ്ടാകും. കുട്ടികളെ തന്നെ ഇപ്പോഴേ നമ്മൾ ആ ഒരു ദൈവാധീനം എന്താണ്, അല്ലെങ്കിൽ ഈശ്വരൻ എന്താണ് എന്നുള്ള ആ ഒരു ചിന്ത മനസ്സിൽ വരുത്തി ആ പ്രതിഷ്ഠിപ്പിക്കാൻ, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് അവരെത്താൻ വേണ്ടി നമ്മൾ മാതാപിതാക്കളും ശ്രമിക്കുക. അവരുടെ ജീവിതത്തിൽ അത് വളരെ വലിയൊരു താങ്ങായിട്ടുണ്ടാകും. അല്ലാത്ത പക്ഷമാണ് എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ മനസ്സിൽ വരുമ്പോൾ പെട്ടെന്ന് തളർന്നു പോകുന്നത്, പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് മനസ്സ് ചലിക്കുന്നത്. ഇവിടെ ദൈവാധീനം അല്ലെങ്കിൽ ഈശ്വരനുണ്ട്, എനിക്ക് എന്ത് പ്രശ്നം വന്നാലും താങ്ങായി തണലായി എൻ്റെ അച്ഛനമ്മമാർ എന്നോടൊപ്പം ഉള്ളതുപോലെ അതിലുപരി തന്നെ എൻ്റെ ഭഗവാൻ എന്നോടൊപ്പം ഉണ്ട് എന്നൊരു ചിന്ത കുട്ടികളിലേക്ക് എത്തുമ്പോൾ, പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞു അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടിയില്ല എന്ന് പറഞ്ഞുള്ള കുട്ടികളുടെ ആ ഒരു തളർച്ച അവരിലേക്ക് എത്തുകയില്ല. എപ്പോഴും സ്ട്രോങ് ആയി നിൽക്കാൻ, ഇതല്ലെങ്കിൽ വേറൊന്ന് എനിക്ക് ലഭിക്കും, ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ, നമ്മൾ തമാശയ്ക്ക് പറയും നിൻ്റെ മാവും പൂക്കും എന്ന് പറയുന്നത് പോലെ, ഇന്നല്ലെങ്കിൽ നാളെ എനിക്കുമുണ്ടൊരു ജീവിതം, അതെൻ്റെ കയ്യിൽ തന്നെ കിട്ടും എന്ന ചിന്ത നമുക്ക് വരണമെങ്കിൽ നമ്മളിലേക്ക് പോസിറ്റിവിറ്റി വരണം. എന്താണ് പോസിറ്റിവിറ്റി? ദൈവാധീനം. അപ്പോൾ ആ ദൈവാധീനം വരുത്താൻ വെറുതെ ഇരുന്നാൽ സാധ്യമാവുകയില്ല. പ്രാർത്ഥിക്കുക, ദൈവത്തോട് അടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളിലേക്ക് വരുന്ന ചെറിയ ചെറിയ വിഷമങ്ങളെപ്പോലും ദൈവം തട്ടിമാറ്റി നമ്മൾക്ക് എപ്പോഴും ആനന്ദത്തോടെ ഇരിക്കാനുള്ള അവസരം അദ്ദേഹം തന്നെ ഒരുക്കി തരുന്നതാണ്. സൗഭാഗ്യ സമയം തന്നെയാണ്. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വരുമ്പോൾ ആൽപ്രദക്ഷിണം കൂടി ചെയ്യാൻ മറക്കേണ്ട. വിദേശയാത്രാ ഭാഗ്യമൊക്കെ തെളിയുന്നതാണ്. ധനപുഷ്ടിയുടെ സമയം വന്നിരിക്കുകയാണ്. അപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നേട്ടത്തിൽ കലാശിക്കുന്നതാണ്. ശത്രുദോഷങ്ങൾ ഒഴിഞ്ഞു മാറുന്നതാണ്. ശത്രുപീഡയൊക്കെ അകലുന്നത് തന്നെയായിരിക്കും. വിദേശ ഭാഗ്യം, അത് ചില ആളുകൾ നിമിത്തം വിദേശ ഭാഗ്യത്തെ തടസ്സപ്പെടുത്തിയൊക്കെ ഇട്ടിട്ടുള്ളത് മാറാൻ പോവുകയാണ്. അപ്പോൾ ആ വിഷമമൊന്നും വേണ്ട. ശത്രുദോഷം ഭഗവാൻ മിഴി തുറന്നാൽ ഏത് ദോഷമാണ് മാറാത്തത്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഭഗവാന് സാധിക്കാത്തതായി ഒന്നുമില്ല. നിങ്ങളുടെ ഈ ശത്രുദോഷത്തെ, നിങ്ങളുടെ ശരീരത്തെ ബാധിച്ചിരിക്കുന്ന അല്ലെങ്കിൽ മനസ്സിനെ ബാധിച്ചിരിക്കുന്ന എല്ലാ നെഗറ്റിവിറ്റിയും മാറ്റാൻ ഭഗവാന്റെ മന്ത്രോച്ചാരണം കൊണ്ട് സാധ്യമാകുന്നതാണ്. ഇതുവരെ പോയ കാലങ്ങളൊക്കെ പോകട്ടെ. ഇനി മുതലുള്ള സമയം ഈ ഒരു പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ ചെയ്തൊന്ന് മുന്നോട്ട് പോയാട്ടെ. എല്ലാവരുടെയും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. വളരെയധികം മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. എഴുതി വെച്ചുള്ളൂ.